സ്ഥാപനങ്ങളിൽ കയറുക, മര്യാദക്ക് പ്രവർത്തിക്കുന്നവർക്ക് അവിടെ ചെന്ന് പരിശോധിക്കുക, സിലബസ് പരിശോധിക്കുക, ബാക്കിയുള്ളത് പരിശോധിക്കുക. എന്നിട്ട് തീവ്രവാദം ഇല്ലാത്ത തീവ്രവാദം ഉണ്ടാക്കാൻ നോക്കുക. അങ്ങനെ ആവുമ്പോൾ ഇവിടെ എത്തീംഖാനകൾ വർക്ക് ചെയ്യാൻ പറ്റൂല, ഇവിടെ അറബി കോളേജുകൾ വർക്ക് ചെയ്യാൻ പറ്റൂല, സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യാൻ പറ്റില്ല. എന്താ അതിന്റെ ആവശ്യം? നിരപരാധികൾ കരിയ നിയമങ്ങൾ കൊണ്ട് വേട്ടയാടപ്പെടുന്നു. മതപ്രബോധകരെയും പണ്ഡിതന്മാരെയും കള്ളക്കേസിൽ കുടുക്കി ജയിൽ അടക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. മദനിയുടെ നിലപാട്, അദ്ദേഹം കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൽ നിന്ന് മോചിതനായി, ജയിൽ മോചിതനായി വന്നതിന് ശേഷം യാതൊരു തീവ്രവാദ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തെ വീണ്ടും ബാംഗ്ലൂർ സ്ഫോടന കേസിൽ പ്രതിയാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. അദ്ദേഹം പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ആ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. പിന്നെ നിരപരാധികളെ ഒരിക്കലും കൊടുക്കരുത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇപ്പം ഈ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് മദനിക്ക് എവിടെയാണ് തെറ്റുപറ്റിയത്? മദനി തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് ഇവിടെ വളം വെച്ചു കൊടുത്തു. അത് തന്നെയാണ് അദ്ദേഹത്തിന് പറ്റിയ തെറ്റ്. മദനി തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് ഇവിടെ വളം വെച്ചു കൊടുത്തു. അത് തന്നെയാണ് അദ്ദേഹത്തിന് പറ്റിയ തെറ്റ്. മദനി തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് ഇവിടെ വളം വെച്ചു കൊടുത്തു. അത് തന്നെയാണ് അദ്ദേഹത്തിന് പറ്റിയ തെറ്റ്. അല്ല, അതിനുശേഷം അത് അദ്ദേഹം തന്നെ ഏറ്റുപറഞ്ഞു, അദ്ദേഹം അത് തിരുത്തി. അതിനുശേഷം അത്തരം യാതൊരു കാര്യങ്ങൾക്കും പോകരുതെന്ന് തന്നെ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ആ മദനിയെ വിശ്വാസത്തിലെടുക്കാമോ എന്നാണ് എന്റെ ചോദ്യം. ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുകയില്ല. എന്തുകൊണ്ട്? അല്ല, ഒരിക്കലും ഒന്ന് പറയും, പിന്നെ ഒന്ന് പറയും. അങ്ങനെ ഞങ്ങൾ അനുഭവിച്ചതാണ് അദ്ദേഹത്തിന്റെ ഈ വാക്കുകളൊക്കെ. എന്ന് പറഞ്ഞ് അപ്പൊ തന്നെ 2 മിനിറ്റ് മാറ്റി പറയാൻ അദ്ദേഹം മുന്നോട്ട് വന്നിട്ടുണ്ട്.